നമസ്കാരം. ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷം കടുക്കുന്നു. UAE ലക്ഷ്യമാക്കി ഇന്ന് പുലർച്ചെയും മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ രംഗത്തെത്തി. ഇന്ത്യൻ പൗരന്മാർക്കായി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് പുലർച്ചെ മുതൽ അതീവ ജാഗ്രതയിലാണ്. ഇറാൻ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഡ്രോൺ ഭീഷണികളെ UAE വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായി തകർത്തതായി അധികൃതർ അറിയിച്ചു. വിവിധയിടങ്ങളിൽ കേൾക്കുന്ന വലിയ ശബ്ദങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. എംബസിയുടെയും UAE അധികൃതരുടെയും പ്രധാന അറിയിപ്പുകൾ ഇവയാണ്: മിസൈൽ അവശിഷ്ടങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, വിമാനത്താവള പരിസരം എന്നിവയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. നിയമലംഘകർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തര അലേർട്ടുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുകയും ഓൾ ക്ലിയർ സിഗ്നൽ ലഭിക്കുന്നതുവരെ അവിടെ തന്നെ തുടരുകയും ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രാ തീയതിയും സമയവും വിമാന കമ്പനികളുടെ വെബ്സൈറ്റ് വഴി ഉറപ്പുവരുത്താനും യാത്രക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ തിരികെ എത്തിക്കുന്നതിനായി എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് 50ഓളം അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. UAEയിലെ വിവിധ നഗരങ്ങളിൽ നിന്നും കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഈ വിമാനങ്ങൾ ലഭ്യമാണ്. അതേസമയം മേഖലയിലെ സംഘർഷം കണക്കിലെടുത്ത് മറ്റ് ചില ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ മാർച്ച് 13 വരെ റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നും UAE അധികൃതർ അറിയിച്ചു.